ഇപ്പോഴത്തെ പിള്ളേരെയും കൊണ്ട് പറമ്പിലേക്ക് ഇറങ്ങിയാലുള്ള അവസ്ഥ. എന്തുവാ കാണിക്കുന്നേ? പിടിക്കാൻ പറഞ്ഞ അച്ഛൻ. എടാ ഓമേനല്ലടാ പിടിക്കാൻ പറഞ്ഞത്, ഇതിന്റെ തുമ്പത്ത് പിടിക്കാ. തുമ്പ് അവിടെ അല്ലയോ അച്ഛാ? എന്റെ മരം അത് എടുത്തോണ്ട് പോ അങ്ങോട്ടൊന്ന്, എന്നിട്ട് അതേ കൊണ്ടൊന്ന് കെട്ട്. തുമ്പ് പിടിക്കണ്ട അച്ഛാ. വാഴയിലേക്ക് എന്താ കാണിക്കുന്നത്? അച്ഛൻ കെട്ടാൻ പറഞ്ഞു. വാഴയിലോ? അച്ഛൻ അച്ഛാ കെട്ടാൻ പറഞ്ഞു. എടാ നീ ഒരു കാര്യം ചെയ്യും, നീ ആ വാഴയുടെ കൂടെ അവിടെ നിന്നോ. നീ വളമല്ല, ഞാൻ അവിടെ എന്റെ മൂട്ടി കൊണ്ട് കിട്ടാരേ. നീ അതിന്റെ ഒരു കൂട്ടുകാരനായിട്ടൊക്കെ നിന്നില്ല എന്റെ. എടാ മാവേലോട്ട് കെട്ടറാ. മാവേലിലേക്ക് എന്തുകൂടെ കാണിക്കുന്നേ? അച്ഛൻ മാവിലെ കെട്ടാൻ പറഞ്ഞു. മാവേലല്ല മോനെ, മാവേല് ആണ്ടി ഇങ്ങനെ സാധനത്തില് കെട്ട് കെട്ട്, അതില് കെട്ട്. എങ്ങനെ അച്ഛാ കെട്ടുന്നേ? കെട്ടുന്ന നീ അതവിടെ ഇട്ട്. ഞാൻ നിന്നെ തന്തയ്ക്ക് വിളിക്കാത്ത എന്താ? ഞാൻ നിന്റെ തന്തയായതുകൊണ്ടാ. ഒരു കയറ് കെട്ടാൻ പറ്റാത്ത ഇയാളാണ് 5 ലക്ഷം രൂപയും കൊണ്ടുവന്ന് അച്ഛൻ അങ്ങ് ഉരുത്തി തരാൻ പോകുന്നത്. അയ്യോ അമ്മ മൂടാനായിട്ട് നിനക്ക് കയറ് കെട്ടാൻ നിനക്ക് അറിയത്തില്ലല്ലോ? അറിയത്തില്ല അച്ഛാ. സത്യം പറയാമല്ലോ എന്റെ പൊന്നു കുഞ്ഞ്, നിന്നെ ഉണ്ടല്ലോ, നിനക്ക് ഇതിനകത്ത് കെട്ടി തൂങ്ങി ചാകാവോ? എന്റെ പൊന്നു എടാ, സത്യമാണ്. ഇന്നത്തെ പിള്ളേരൊന്നും പറമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പല കാഴ്ചകളും കാണാം. കാരണം നമ്മളെ കുട്ടിക്കാലത്ത് ഈവൻ ഞാൻ 2K കിഡാണെങ്കിലും നമ്മളെ കുട്ടിക്കാലത്ത് ഇവിടെ പറമ്പിൽ പോയാലും അമ്മേനോട് അവിടെ എവിടെയെങ്കിലും കുഴിത്താനാണെങ്കിലും ചീരാടാനും അങ്ങനെ കൃഷി എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകാറുണ്ട്. ഇന്നത്തെ പിള്ളേരുടെ അടുത്ത് ഒന്ന് കുനിഞ്ഞൊരു ചപ്പഞ്ചോറ് മറക്കാൻ പറഞ്ഞാൽ പോലും എടുക്കത്തില്ല. പോട്ടെ, ഒരു മൺവെട്ടി എടുത്ത് പുല്ലിളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഴി ഉണ്ടാക്കി വയ്ക്കും. അയ്യോ സത്യം. ഇത് മാത്രമല്ല, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കളികളുടെ കാര്യം എടുത്തരാണ്. കാരണം ഇപ്പോൾ എല്ലാം ഫോണിനകത്തല്ലേ കളിക്കുന്നത്. ഏത് ഗെയിമാണെങ്കിലും, ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും എല്ലാം ഫോണിനകത്താണ് കിടക്കുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ നേരെ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നതാണ്. ഇനി ഇതണക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇനിയൊരു ബോൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാണല്ലോ അവർ ഗെയിം എടുത്തിച്ച് കളിക്കും. അല്ലാണ്ട് ആ ഒരു ബോള് അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനോ ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്ത ടീമുകളാണ് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്നത്. ജെൻസി കിഡ്സ്. വാവ്, ഓസ്ഗം.